അട്ടപ്പാടിയിലെ ആദിവാസി കെട്ടിയിട്ടടി മേടിച്ച കാര്യത്തിൽ 4 വാക്ക് പറഞ്ഞിട്ട് പോകാം. ഇത് മിക്കവാറും എൻ്റെ കുഴികുത്തലായിരിക്കുള്ളൂ. കാരണം ഞാൻ ഇരക്കൊപ്പമല്ല, ആ അടി കൊടുത്ത അമ്മമാർക്കൊപ്പമാണ്. സോ പണിയാണ്. അപ്പോൾ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള അവരുടെ ഗുണവധികാരങ്ങളെ പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും നാറ്റ കേസാണ് എന്നുള്ളത് തീർത്തും ബോധ്യമുണ്ട്. തൊട്ടാക്കുറ്റം, മിണ്ടിയാക്കുറ്റം, തോണ്ടിയാക്കുറ്റം, പണി ഏത് വഴി വരുമെന്ന് ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ പലരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത്. എന്താ ഭയം? അപ്പൊ ഈ പറഞ്ഞ പ്രിവിലേജിനെ പറ്റി വളരെ നല്ല രീതിയിൽ തിരിച്ചറിവുള്ള കൂട്ടർ തന്നെയാണ് ഇവർ. ഈ പ്രിവിലേജ് ഇപ്പോൾ ഇവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അതിവരുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയൊന്നല്ല ഉപകാരപ്പെടുത്തുന്നത്. അത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസായി കണ്ടുകൊണ്ട് ഇവർ നല്ല രീതിയിൽ ഈ കാലയളവിൽ പൂണ്ട് വിളയാടുന്നുണ്ട്. അതിവരെ കൃത്യമായി അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യം കൂടിയാണ്. ഒരു കാലത്ത് ഇവരുടെ ദാരിദ്ര്യത്തിലും കഷ്ടതകളിലും കണ്ണീര് വരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. അതിവരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴും ഇവരുടെ കുറേ സ്വഭാവ വൈകൃതങ്ങൾ കൃത്യമായിട്ട് കണ്ടറിഞ്ഞപ്പോഴും നമുക്ക് ആ കുത്തല് ഏറെക്കുറെ മാറി കിട്ടിയായിരുന്നു. ഇന്നിവർക്കുള്ളത് വെറും ഫേക്ക് ദാരിദ്ര്യം മാത്രമാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇന്ന് ആ അട്ടപ്പാടി ആദിവാസിനെ മർദ്ദിച്ച 2 പ്രതികൾ ജാമ്യമില്ലാ വകുപ്പിൽ അകത്താണ്. അതിപ്പോൾ ചാനൽ മുഴുവനും ഹൈ റേറ്റിംഗിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചാനലുകാരും ഇതുപോലെ മേടയിലിരിക്കുന്ന കുറേ അവന്മാരും നല്ല രീതിയിൽ മുതലക്കണ്ണീരൊഴുക്കുന്നുണ്ട് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി. നല്ലത്, വളരെ നല്ലത് തന്നെ. ഇതിനിടയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സംഭവങ്ങൾ വീഡിയോ ആയി പുറത്തു വരുന്നുണ്ട്. അത് നമ്മുടെ ആദിവാസി കുട്ടൻ്റെ നിഷ്കളങ്കതയാണ്. ഞാൻ 2-4 പേരെ കൊന്നു എന്ന് ആക്രോശിക്കുന്നതും പച്ചത്തെറി വിളിച്ചു പറയുന്നതും കോടതി മൈരാണെന്ന് പറയുന്നതും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ്റെ നിഷ്കളങ്കതയായി കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള അവസരങ്ങളിൽ തല്ലുക എന്നുള്ളതും നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞതും വളരെ ബോറായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഒരാളും ചെയ്യരുത്. പക്ഷേ എനിക്കാണ് അങ്ങനെ ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ നല്ല ഇടിച്ചിരിക്കും. അത് വേറെ. നമ്മളെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ വരുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും തെറി പറയുമ്പോഴും നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോൾ ഈ പറഞ്ഞ ജാതിയും മതമൊക്കെ നോക്കി പ്രതികരിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൊല്ലാൻ വരുമ്പോഴും ജാതി നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പയ്യന്മാർ കിടക്കണ പോലെ ജാമ്യമില്ലാണ്ട് അകത്ത് കിടക്കേണ്ടി വരും. അതാണ് നിയമം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യം കുറച്ചുകൂടിയുണ്ട്. യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ച് വന്നതും അത് തന്നെയാണ്. ഇതും കൂടി കൃത്യമായിട്ട് കേൾക്കണം. ഇപ്പം ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ എല്ലാം ഉണ്ട്. എന്നിട്ട് ഇവർ ഉന്നമനം നേടുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? ഇതിന് യഥാർത്ഥ ഉത്തരവാദി ആരാണെന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. സംഭവം എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു കാര്യമുള്ളൂ, അത് ഇവർ തന്നെയാണ്. ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇവരുടെ സ്വഭാവം തന്നെയാണ് ഇവർ മുന്നോട്ട് വരാതിരിക്കാനുള്ള മെയിൻ കാരണം. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ 4 ചെന്ന കള്ളോ കഞ്ചാവോ മുറുക്കാനോ ഇല്ലാത്തൊരു ദിവസമില്ല എന്നുള്ളതാണ് സത്യകഥ. 2 കാട്ടറമ്മങ്ങാട് ഉള്ളി ചെന്ന് കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ ഇവർ കിടന്നങ്ങാട് ഇഴയും. പിന്നെ ദേവി കൂടും, ദേവൻ കൂടും, ഭദ്രകാളി കൂടും, മറുത കൂടും, മാടൻ കൂടും എന്ന് വേണ്ട സകല സാധനങ്ങൾ ഇവർ കൂടും. എന്നിട്ട് കിടന്നങ്ങാട് ഇഴയും. ഇതൊക്കെ ആര് സഹിക്കും? ഇതൊക്കെ നാട്ടുകാർ സഹിക്കണം. മിണ്ടാൻ പറ്റോ? ഓടിച്ചു വിടാൻ പറ്റോ? എന്തെങ്കിലും പറയാൻ പറ്റോ? അപ്പാ കേസല്ലേ, തൊട്ടാ കേസല്ലേ. ഈ പ്രിവിലേജ് ഇവന്മാർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാരുടെ ദാരിദ്ര്യമൊക്കെ വെറും ഫേക്കാണ്. ചുമട കിടക്കുന്ന സാധനങ്ങളാണ് ഓരോരുത്തരും ഓരോ റേഷനും ചുമന്നു പോകുന്നത്, ചുമന്നുകൊണ്ട് വീട്ടിലെത്തിക്കുന്നത്. ഇവരുടെയൊക്കെ 10 തുറന്നു കഴിഞ്ഞാണ്ടല്ല 10 കൊല്ലത്തേക്ക് തിന്നാനുള്ള സാധനം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനങ്ങനെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അതിലതൊന്നും എടുക്കുകയൊന്നുമില്ല. ഇവർക്ക് ആരെങ്കിലും പണി കൊടുത്താൽ അവിടെ വന്ന് ഫുള്ള് 4 നേരം ഫുഡും കഴിക്കും, അതിനുശേഷം കൂലിയും മേടിക്കും, അതിനുശേഷം ലിറ്റർ സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിക്കും വരില്ല.
അതാണ് ഇവരുടെ പ്രിവിലേജ്. ഇതുപോലുള്ള ആൾക്കാരാണ് ഇവര് മുന്നോട്ട് വരാത്തതിന്റെ കാരണം ഇവര് തന്നെയാണ്. എന്നിട്ട് അവർക്കായി അവൻ പാടുകയായി, മക്കളെ ഞാൻ പാണലെല്ലാം മലരലെല്ലാം മറയെല്ലാം മാങ്ങാത്തൊലിയെല്ലാം നീ ഒരു മലരുമല്ല എന്നവൻ പാടുകയായി. എന്തൊരു വിരോധാഭാസം ഈ കാലയളവിൽ. ഞാൻ ഈ കേരളത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ കേരളത്തിൽ ഇവർക്കൊക്കെ മുന്നോട്ട് വരാനായിട്ട് ആരാണ് ഈ തടസ്സം എന്നാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവനൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിന് ഏത് കാലത്തിലോട്ടാണ് തിരിച്ചു കൊണ്ടുപോകണേന്നും മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ആരാണ് പ്രശ്നം? ഒരേ ഒരു പ്രശ്നമുള്ളു, അവനവൻ മാറണം. അവനവൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമൂഹങ്ങളൊക്കെ ഉന്നതിയിലോട്ട് താനേ വരും. അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മണിയുണ്ട്, ഈ പറഞ്ഞപ്പോൾ വേടൻ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട് അവനവൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ. അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്, നമ്മളവർക്കായി കൈയടിച്ചിട്ടുമുണ്ട്. അതുപോലെ കയറി വന്ന അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ത്യനെ ഞാൻ മൊത്തം പറയൂല, കേരളത്തിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നിട്ട് ഈ കിടന്ന് വാവിട്ട് അലക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം സ്വയം മാറണം. ഓരോ മലരും മാറാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. മാറില്ല, അതങ്ങനെയാണ്. വല്ല വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കഴുക്കോല് വലിച്ചൂരിട്ടുണ്ടല്ലോ, കാട്ടറമ്മിന് വിറ്റടിക്കും. അത്രയുള്ള കഥ. സോ ഇനി ഇത്രയും പണ്ടാറം പറഞ്ഞെന്ന് വിചാരിച്ച് എന്താവുമോ എന്തോ. ഓക്കേ.